അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഈ നുസൈബ സ്റ്റോറി റെക്കോർഡ് ചെയ്യാൻ സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു ന്യൂസ് വന്നു. അത് കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭീതി തോന്നി. അതായത് ഖത്തറിൽ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞിട്ട് ദോഹയിൽ ഇസ്രായേൽ ആക്രമണം, അതുപോലെ ഖത്തറിൽ സ്ഫോടനങ്ങൾ, ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേലാണ് ആക്രമണം നടത്തിയത്. ഖത്താറ ജില്ലയിൽ നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികൾ. ഇസ്രായേൽ ആക്രമണം സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ന്യൂസുകൾ ഇങ്ങനെ വന്നപ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സൊക്കെ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. റബ്ബേ, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പലരും ഉണ്ടല്ലോ ആ ദോഹയിൽ, ഖത്തറിൽ. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോറികൾ കാണുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. യാതൊരു രീതിയിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ അവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഇതിനു മുമ്പൊരിക്കൽ ആ ഇത്ത സബീന എന്ന പേരുള്ള ഒരു ഇത്ത ഉണ്ട്, നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന ആളാണ്. അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നു മോളെ, ഏതാ സ്ഫോടനങ്ങൾ ശബ്ദം കേൾക്കാണ്. ഞങ്ങളെ ഈ വീടൊക്കെ അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന ഗദ്ദാമയാണ്. വീടൊക്കെ കുലുങ്ങുന്ന പോലെ തോന്നുകയാണ്. അത് അമേരിക്കയുടെ അവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കുക, അങ്ങനെ അന്ന് ആ പ്രശ്നമായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാ അറിയില്ല. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും പ്രയാസവും ഇല്ലാതെ നല്ല രീതിയിൽ അവർ നാട്ടിലേക്കൊക്കെ മടങ്ങി വന്ന് റാഹത്തോടു കൂടെ മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഒരു പ്രയാസം വിഷമങ്ങളും അവർക്ക് കൊടുക്കാതിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ മലപ്പുറമത്തെ സ്റ്റോറി കാണുന്ന നുസൈബ, ഹിദായത്ത്, നൂർ ഫാത്തിമയുള്ള സ്റ്റോറിയൊക്കെ കാണുന്ന ഒരുപാട് ആളുകൾ അവിടെയൊക്കെ ഉണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവർ. അവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. മറ്റന്നാളെയാണ് വല്യമ്മയുടെ വീടിരിക്കൽ, അതായത് കുടിയിരിക്കൽ. എല്ലാവരും സന്തോഷത്തോടെയാണ് ഈ സമയം. ഷമ്മാസ് അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി ഓട്ടപ്പാച്ചിലാണ്. സ്വന്തം കയ്യും മെയ്യും മറന്ന് അവൻ പ്രവർത്തിക്കുകയാണ്. അത് മറ്റന്നാളെ ആകുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ആകണം. മതിലിൻ്റെ പണി ഏകദേശം പൂർത്തിയായി തുടങ്ങി. ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഒരു ഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കൽ പോലും ആ വീട്ടുകാർ അറിയുന്നേയില്ല. ഉമ്മ പറഞ്ഞു, മോനെ, എൻ്റെ കുട്ടി ഓടിപ്പായിൽ തന്നെയാണല്ലോ ഇപ്പോൾ. ഉമ്മ, മറ്റന്നാളെയാണ്. അത്യാവശ്യം കുറച്ചുകൂടെ. അല്ല ഉമ്മ, നിങ്ങൾ വിളിച്ചോ? അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് വിളിക്കാട്ടോ. എല്ലാവർക്കുള്ള ഫുഡും കണക്കും കാര്യങ്ങളും ഇന്ന് തന്നെ കൊടുക്കേണ്ടതാണ്. ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടെ അത് ഫിനിഷ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ. എങ്കിലല്ലേ അവർക്ക് കറക്റ്റ് രീതിയിലെല്ലാം സെറ്റാക്കാൻ കഴിയുള്ളൂ. മോനെ, നമ്മളവിടെ അയൽവക്കക്കാരോടൊന്ന് പറയാം, പിന്നെ നമ്മളെ സൗദൻ്റെ വീട്ടുകാരോടും റജിൻ്റെ വീട്ടുകാരോടും അവിടെ, പിന്നെ കാര്യമായിട്ട് നമ്മൾ സാജിൻ്റെ, പിന്നെ അസ്കറിനോടും പറ്റുന്നുണ്ടെങ്കിൽ അവർ വന്നോണ്ട് അസ്കറിനോടും ഉമ്മാനോടൊന്ന് വരാൻ പറയാം. മോൾക്ക് പറ്റുമോ? ഷിഫക്കും കുഞ്ഞു ഇനിയിപ്പോൾ ഇപ്പം തന്നെ പോരാൻ പറ്റുമോ എന്തോ അറിയില്ല. എന്തായാലും എൻ്റെ മോന് പറ്റുന്നവരോടൊക്കെ പറയട്ടോ. ആ പിന്നെ ഉമ്മാൻ്റെ കുട്ടി ഒരു കാര്യം കൂടി പറയണം. ആരാണ് ഉമ്മ? അത് ഷെഫീക്ക്. ഒരു ഷെഫീക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഉമ്മ അതാരാ? അനക്കറിയില്ലടാ. ഞാൻ നമ്മുടെ ഫൈസലിൻ്റെ ഫൈസലിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. കുറേ നമുക്ക് ഉപകാരം ചെയ്തിക്കണ് ഷെഫീക്ക്. പാവാണ്. ഫൈസൽ പോലും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ആ കുട്ടിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഓനോടൊന്ന് പറയണം കേട്ടോ, അല്ലെ വീട്ടിലൊന്ന് പോയി പറയേണ്ടതാണ്. ആ ഉമ്മ, ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആരാ മോനെ, നമുക്ക് മറന്നു പോവരുത്. ഒരാളും മറന്നു പോയാൽ പിന്നെ ഒരു ടെൻഷനായിരിക്കും. ഓല് നമ്മളോട് മുണ്ടിയില്ലല്ലോ എന്ന് പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും കരുതി കൂട്ടി കാട്ടല്ല. അതിപ്പോൾ നമ്മളെ മനസ്സൊക്കെ ഇങ്ങോട്ട് വന്നെങ്കിലല്ലേ. പിന്നെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലെന്നുണ്ട് പറഞ്ഞു വിട്ടാലും മതി. അപ്പോൾ ഇല്ലാത്തോലും ഉണ്ടാവേ, അതാണ് വലിയത്. അപ്പം എൻ്റെ പൊന്നാര മോനെ, ആരും വിടാതെ പറഞ്ഞോ. ആ പിന്നെ പൊന്നു മോനെ, ഫസീലാൻ്റെ വീട്ടുകാരോട് പറഞ്ഞോണ്ടി. ഇനിയിപ്പോൾ അതായിട്ട് ഒഴിവാക്കണ്ട. ശരിയാണ്, ഫസീൽ അങ്ങനെ പോയോളും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഓൾക്കൊരു ഉമ്മയും ഇപ്പയും ഒരു ആങ്ങളയുണ്ട്. കാരണം ഓളൊരുപാട് ആഗ്രഹിച്ചതാണ് ഓള് നന്നായി കിട്ടാൻ. പക്ഷെ ഓളുള്ള ഇഷ്ടം പോലെ എന്തൊക്കെ കാട്ടിക്കൂട്ടി പോയതല്ലേ. അത് നോക്കണ്ട. ആ ഉമ്മാനെയും ഉപ്പാനെയും ആ ആങ്ങളിനെയും അത് നമ്മൾ മറക്കാൻ പറ്റൂല.
വലിയവനോടൊന്ന് വിളിച്ച് പറഞ്ഞ ആളാ, വരികയാണെങ്കിൽ വന്നോട്ടെ. നമ്മളെ കടമ, നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് ഒരാൾ കാട്ടുന്നത് നോക്കണ്ട. ഉമ്മ അത് അതല്ല വലിയ ആങ്ങളോട്, അതിപ്പോൾ അവർ മോനെ അതൊന്നും മോൻ്റെ അടുത്ത് നമ്പറുണ്ടോ? ആ ഉമ്മ നമ്പറൊക്കെ ഉണ്ട്. എന്നാൽ എൻ്റെ പൊന്നു മോനെ വിളിച്ച് പറയും, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. എൻ്റെ പൊന്നു മോനല്ലേ, അതിനൊക്കെ നല്ലത്. ആണുങ്ങളോട് ഈ സംസാരിച്ചോ എന്തേ? പിന്നെ ഇനിയിപ്പോൾ പോയി പറയണ നേരമില്ലല്ലോ. ഫസീലാൻ്റെ ഉമ്മാനോടും ഉപ്പാനോടൊന്ന് പറയണം, ഓല് കഴിയുകയാണെങ്കിൽ വരട്ടെ. തൊട്ടടുത്തുള്ള ആ ഒരു ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഫുഡും കാര്യങ്ങളും ആക്കാം. എന്നാൽ പിന്നെ വീടും മുറ്റൊക്കെ നല്ല വിശാലത ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കുകയും ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഫുഡും കാര്യങ്ങളും തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിൽ അങ്ങോട്ടും ആക്കാം. വലിയ ദൂരം ഇല്ലല്ലോ അല്ലേ മോനെ, അതല്ല നല്ലത്. അതുമ്മ കുറേ ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അതല്ല കുറച്ച് ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പന്തലിടാം, അതായിരിക്കും നല്ലത്. ഓഡിറ്റോറിയം ആകുമ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ആയിക്കോട്ടെ മോനെ, എന്നാൽ അങ്ങനെ എന്താ വെച്ചാൽ ആയിക്കോട്ടെ. ഉമ്മ അതൊക്കെ കണക്കൊന്ന് കിട്ടണം. നാളെ മറ്റന്നാളാണ് പ്രോഗ്രാം. നാളത്തോടു കൂടി എല്ലാം ക്ലിയർ ആകണം. ഓക്കെ, നാളെ വെച്ചാൽ ഇന്ന് വൈകുന്നേരത്തോടെ ആകണം മോനെ. ആയിക്കോട്ടെ, എന്നെക്കൊണ്ട് മോനെ സാജിനോട് ഞാൻ പറഞ്ഞിനു, അളിയനോട് ചെന്ന് പ്രത്യേകം ഒന്ന് വിളിച്ച് പറഞ്ഞാൽ കേട്ടോ. ഓനോട് നമ്മൾ പറയാതിരിക്കണം, മോശമാണ്. നമ്മളിപ്പോൾ നമ്മളതായിട്ടൊരു പേരൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അതിപ്പോൾ സാജി പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി വിളിച്ചോണ്ടിട്ടോ. കുറച്ച് നേരത്തെ സുബീക്കാണ് പരിപാടി എന്ന് പറയാനേ. സുബീക്കാണ് മൗലൂദും ചെല്ലാണ്ട് കയറി തന്നെ. ഇങ്ങനെ ഉച്ചക്കുള്ള രാവിലെ കുറച്ച് ആൾക്കാരുണ്ടായിക്കോട്ടെ, അത്യാവശ്യമുള്ള കുടുംബക്കാരൊക്കെ, പിന്നെ നാട്ടുകാരൊക്കെ ഉച്ചക്കൊക്കെ ഉള്ള ഭക്ഷണത്തിന് അങ്ങോട്ട് എത്തിക്കോളും. അതല്ല നല്ലത് ഉമ്മ. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ സത്യം പറഞ്ഞാൽ ഷമ്മാസിനും ഉമ്മാക്കും അവർക്ക് തന്നെ ഒരു പുതിയ വീട് എടുക്കുന്ന അനുഭൂതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ സമയം ഷെരീഫ് ഫൈസി അദ്ദേഹം സന്തോഷത്തിലാണ്. കാരണം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഒരു പുറത്ത് കൊണ്ടുപോകാൻ ഒരു അവസരം, അതും എൻ്റെ മകൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്, കല്യാണങ്ങൾ പരിപാടികളൊക്കെ. പക്ഷേ സാധാരണത്തെ രീതിയിൽ ഉമ്മമാരുടെ കൈ പിടിച്ച് കൊണ്ടാണ് മക്കൾ പോകാറുള്ളത്. കല്യാണപ്പന്തലിൽ ഇരുന്ന് ബിരിയാണി കഴിക്കുന്നതും എല്ലാം ഉമ്മമാരോടൊപ്പം തന്നെയാണ് സാധാരണയായിട്ട്. പക്ഷേ എൻ്റെ കുട്ടിക്ക് ഉമ്മല്ലല്ലോ. പലർക്കും എൻ്റെ കുട്ടിയെ ഇഷ്ടമല്ല. അതെ, ആരൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ അവളുടെ ഉമ്മയുടെ സ്നേഹമൊന്നും ഉണ്ടാവില്ലല്ലോ. ഉമ്മയുടെ ആങ്ങളുടെ വൈഫുമാരൊക്കെ ഉണ്ട്. അതൊക്കെ അവർ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കഴിയുമ്പോൾ അതിൻ്റേതായ ലിമിറ്റും കാര്യങ്ങളും ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവളുടെ ഉമ്മ ഉണ്ടായതുകൊണ്ട് അതന്നെ വലിയൊരു ആശ്വാസം. റബ്ബേ, പലപ്പോഴും എൻ്റെ കുട്ടിനോട് ചോദിക്കും, ഉപ്പച്ചി ഉപ്പച്ചിൻ്റെ കൂടെ ഞാനും വരട്ടെ, എനിക്ക് ഉപ്പച്ചിയില്ല ഉമ്മച്ചിയില്ല, എൻ്റെ ഉമ്മച്ചി പോയില്ലേ, ഉപ്പച്ചി എന്നെ വിട്ട് പോവാണോ? പൊന്നുമോളെ, ഉപ്പച്ചിൻ്റെ കുട്ടി കരയില്ലേ? ഉപ്പച്ചിൻ്റെ കുട്ടിക്ക് പുതിയ ഉടുപ്പ് വാങ്ങാനും പുതിയ ഷൂ വാങ്ങാനൊക്കെ ഉപ്പച്ചി ജോലിക്ക് പോകണ്ടേ? ഉപ്പച്ചിക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ കുട്ടിക്ക് പുതിയ ഉടുപ്പ് വാങ്ങണ്ടേ? അതിനല്ലേ പോകുന്നത്. ഉപ്പച്ചി കുട്ടിൻ്റെ കൂടെ ഇവിടെ ഇരുന്നാൽ, ഉപ്പച്ചി ഇതുവരെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ, എന്തിനാ പെട്ടെന്ന് അങ്ങനെ പോയത്? പൊന്നുമോളെ, ഉപ്പച്ചിൻ്റെ കുട്ടീൻ്റെ കൂടെ എപ്പോഴും നിൽക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ പള്ളിയല്ലേ മോളെ, പള്ളിയിൽ ഉപ്പച്ചിൻ്റെ കൂടെ കുട്ടികൾക്കൊന്നും കിടക്കാൻ പറ്റൂലേ. നമ്മളെ വീട്ടിലല്ലേ പറ്റുള്ളൂ. എങ്കിലും ഞാൻ ആഴ്ചയിൽ ഓടി വരുന്നുണ്ടല്ലോ എൻ്റെ പൊന്നുമോളുടെ അടുത്തേക്കല്ലേ. ഉപ്പച്ചി എന്നെനിക്ക് ഉപ്പച്ചിൻ്റെ അടുത്ത് നിൽക്കണം, എനിക്ക് ഉമ്മച്ചി ഇല്ലല്ലോ. തൻ്റെ പൊന്നുമോളുടെ ആ ഒരു സങ്കടം കാണുമ്പോൾ ഉസ്താദ് കരയും. എൻ്റെ സഹ്റ, എൻ്റെ മുത്തേ, എന്നെയും മോളെയും തനിച്ചാക്കി നീ പോയില്ലേ? എന്തിനാ എന്നെ തനിച്ചാക്കി, നമ്മുടെ കുഞ്ഞിനെ തനിച്ചാക്കി പോയത്? ഞാനും നീയും ഒരുമിച്ച് വളർത്തേണ്ടതല്ലേ അവളെ? എന്നിട്ട് എൻ്റെ അടുക്കൽ മാത്രമാക്കി നീ പോയില്ലേ? പോകാൻ പാടില്ലല്ലോ. സാരല്ല, നീ അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയല്ലോ. അള്ളാഹുവിൻ്റെ അരികിൽ നീ എത്തിയല്ലോ മോളെ. വൈകാതെ ഞാനും വരും. പക്ഷേ നമ്മൾ മോള് അനാഥമാവും. അതുകൊണ്ട് നമ്മൾ മോള് വളരട്ടെ. വളർന്നിട്ട് ഒരാളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണം.
അതിനൊക്കെ ഇനിയും വർഷങ്ങൾ വേണ്ടി വരും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാനും വരട്ടോ നിൻ്റെ അരികിലേക്ക്. തൻ്റെ പ്രിയപ്പെട്ട സുഹറയെ ഓർത്തുകൊണ്ട് ഉസ്താദ് കരഞ്ഞുപോയി. ഉപ്പച്ചി എന്താ കരയുന്നത്? പൊന്നുമോളുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാതെ അങ്ങ് ആ ഒരു സ്വപ്ന ലോകത്തിൽ നിന്ന് ഉണരും. ഉപ്പച്ചി, ഉമ്മച്ചിയെ കാണുന്നുണ്ടോ? ഉപ്പച്ചിയുടെ പേഴ്സ് നോക്കട്ടെ. എപ്പോഴും ഉപ്പച്ചിയുടെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന അത്. ഉപ്പച്ചി, ഇത് ഉപ്പച്ചിയും ഞാനും ഉമ്മച്ചിയും അല്ലേ? എന്ത് രസമായിരുന്നില്ലേ ഉമ്മച്ചിയെ കാണാൻ? ഉപ്പയുടെ കണ്ണുകൾ നിറയും. ഉമ്മച്ചി പോയില്ല മോളെ, നമ്മളൊക്കെ വിട്ടിട്ട്. ഉപ്പച്ചി, എന്തിനാ ഉമ്മച്ചി വേഗം പോയത്? മോളെ വിട്ടിട്ട് എന്തിനാ പോയത്? അത് അള്ളാഹു വേഗം വിളിച്ചതാണ് നമ്മളെ ഉമ്മച്ചിയെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിൽ കുറേ നിർത്തൂലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാ നമുക്കും പോകണം കേട്ടോ വൈകാതെ. ഉപ്പച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് രണ്ടാക്കും പോകണം സ്വർഗ്ഗലോകത്തേക്ക്, ഉമ്മച്ചിയെ കാണാൻ, ഉമ്മച്ചിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ. ഉപ്പച്ചി, അതെന്നായിരിക്കും നമ്മൾ പോവുക? ആ പൊന്നുമോളുടെ മുഖം നോക്കുമ്പോൾ അത് പറയാൻ തോന്നില്ല ഒരിക്കലും. പക്ഷേ മോളെ സമാധാനിപ്പിക്കാൻ അതല്ലാതെ വാക്കുകളില്ലായിരുന്നു ഉസ്താദിന്. പൊന്നുമോളെ പിരിഞ്ഞു പോരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെ എത്രയെന്ന് വിചാരിച്ച് അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടി എന്നെ ആശ്വസിപ്പിച്ചു. എനിക്ക് വീണ്ടും ജോലിക്ക് പോകാനൊക്കെ എന്നെ പ്രാപ്തനാക്കി. പക്ഷേ എൻ്റെ പൊന്നുമോളെ പിരിഞ്ഞിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമുണ്ട്, വേദനയുണ്ട്. ഇടയ്ക്കിടെ വിളിക്കും, ഐഷോ ഉപ്പച്ചിൻ്റെ കുട്ടി ഉറങ്ങിയോ? ഉറങ്ങണം കേട്ടോ നല്ല കുട്ടിയായിട്ട്. ഇല്ല, ഇന്ന് അമ്പിളിമാമനെ കാണിച്ചിട്ട് മാമു വാരി തന്നിട്ടില്ല. അപ്പോഴ് അമ്പിളിമാമൻ്റെ ഉള്ളിൽ നിന്ന് ഉമ്മച്ചി നോക്കും, അങ്ങനെ ഞാൻ കഴിക്കും. ദാ മാമു എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മമ്മ പോയിട്ടേ ഉള്ളൂ. ഉപ്പച്ചിൻ്റെ കുട്ടി അമ്പിളിമാമനൊക്കെ കണ്ടിട്ട് മാമൊക്കെ തിന്നിട്ട് നല്ല സുഖമായി ഉറങ്ങണം കേട്ടോ ഉമ്മമ്മാൻ്റെ കൂടെ. പിന്നെ ഉമ്മമ്മാനെ ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ, ഉമ്മമ്മ പാവല്ലേ, വയസ്സായതല്ലേ. ഇല്ല, ഉപ്പച്ചി വന്നാൽ ഞാൻ ഉമ്മമ്മാനെ ബുദ്ധിമുട്ടാക്കൂല. ഉപ്പച്ചി വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടം വരൂലേ? ഉപ്പച്ചിൻ്റെ ആയുഷ്യം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മച്ചിനെ ഇനി കാണാൻ പറ്റും എനിക്ക്? ഉമ്മച്ചി വരുമോ നമ്മളടുത്തേക്ക്? പൊന്നുമോളുടെ കണ്ണു നിറഞ്ഞുള്ള ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പൊട്ടിപ്പോവും. എൻ്റെ കുഞ്ഞിനെ 1 വയസ്സുള്ളപ്പോൾ തനിച്ചാക്കി അവൾ പോയപ്പോൾ എൻ്റെ കുഞ്ഞ് ചോദിച്ചിരുന്നില്ല. കാരണം മുല കുടിക്കുന്ന ആ പ്രായം എൻ്റെ കുട്ടിക്ക്. അവൾ പോയപ്പോൾ അവളുടെ ആ ഒരു മയ്യത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ റബ്ബേ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയതാണ്. എൻ്റെ പിഞ്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞാനവളുടെ മയ്യത്തിനരികിൽ ഇരുന്ന് കരയുകയായിരുന്നു. എൻ്റെ കണ്ണുനീർത്തുള്ളികൾ ആ കഫംപുടയിലേക്ക് ഉറ്റി വീണിരുന്നു. എല്ലാവരും പറഞ്ഞു, മോനെ, ആ മരിച്ചു കിടക്കുന്ന പെണ്ണ് സഹറ, അവൾ ഭാഗ്യവതിയാണ്. നിൻ്റെ ഓരോ കണ്ണീരിനും അത്രക്ക് പ്രതിഫലം ഉണ്ടായിരിക്കും. നിൻ്റെ കണ്ണുനീർ അവളുടെ കഫംപുടയിലേക്കാണ് ഉറ്റി വീഴുന്നത്. പൊന്നും മോനെ, അവൾ ഭാഗ്യവതിയാണടാ. ഒരു ഭർത്താവിൻ്റെ കണ്ണുനീര് ഒരു ഭാര്യയുടെ കഫംപുടയിലേക്ക് ഉറ്റി വീണാൽ, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറച്ച് സങ്കടപ്പെട്ട് ഒരാൾ കരഞ്ഞാൽ ആ പെണ്ണിന് സ്വർഗ്ഗമാണ്. അവിടെ കൂടി നിന്നവരെല്ലാം ഒരു നിമിഷം കരഞ്ഞു പോവുകയാണ്. ആ പിഞ്ചു കുഞ്ഞിനെയും എടുത്തു കണ്ട് സഹറയുടെ പ്രിയപ്പെട്ട ഭർത്താവ്, അതും സ്വാലിഹായ മനുഷ്യൻ, ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പ്രിയപ്പെട്ടവളുടെ മയ്യത്തിനരികിൽ ഇരുന്ന് വിതുമ്പുമ്പോൾ എല്ലാവരും കൂടി നിന്നവരെല്ലാം കരയുകയായിരുന്നു. അല്ലാ, ആ പെണ്ണിന് ഭാഗ്യമാണ്, ഭാഗ്യം ചെന്നതാണ് സഹറ. നല്ലൊരു പെണ്ണായിരുന്നു. ജീവിച്ച് കൊതി തീർന്നില്ല അല്ലേ? അപ്പോഴേക്കും അവർ വേർപിരിഞ്ഞു. അവനും കുഞ്ഞിനെ വിട്ട് ഓള് പോയി. എത്ര ചെറുപ്പത്തിലല്ലേ ആ പെണ്ണ് പോയത്. എല്ലാവർക്കും അത് വല്ലാത്തൊരു വേദനയായിരുന്നു.
ഉമ്മയിരിക്കെ മകള് മരിക്കാന്ന് വെച്ചാൽ റബ്ബേ ഒരാൾക്കും സഹിക്കാൻ കഴിയാത്തതാണ്. ആ ഉമ്മയുടെ കണ്ണുനീരുടെയുള്ള ആ ഒരു പ്രാർത്ഥന, പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു പ്രാർത്ഥന, രണ്ട് പ്രാർത്ഥനയും കൂടി ഒരുമിച്ചാണ് അവൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവൾ സ്വർഗലോകത്ത് തന്നെ ആയിരിക്കും. അവൾക്ക് ഒരിക്കൽ പോലും ഒരു ശിക്ഷയുണ്ടാവില്ല. അത്രക്കും നല്ല പെണ്ണായിരുന്നു സഹ്റ. തൻ്റെ പ്രിയപ്പെട്ട സഹ്റയെക്കുറിച്ച് ഷെരീഫ് ഫൈസി ഓർത്തുകൊണ്ടിരുന്നു. റബ്ബേ, എത്ര പെട്ടെന്ന് എൻ്റെ പെണ്ണെ നീ പോയത്. ഖബറിനരികിൽ പോകും എല്ലാ വെള്ളിയാഴ്ചകളിലും പോയിട്ട് ആ ഖബറിടത്തിൽ ചെന്നിരുന്ന് ഒരുപാട് കരയും. എൻ്റെ മോളെ സഹ്റ, നീ കിടക്കുന്ന ആ മണ്ണ് പൊന്നുമോളെ, അത് നിനക്ക് മെത്തയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കതിൽ കിടക്ക വിരിച്ചിട്ടുണ്ടാകും. എൻ്റെ ഓരോ കണ്ണീർ തുള്ളികളും ഈ ഖബറിലേക്ക് ഉറ്റി വീഴുമ്പോൾ മോളെ, അതെല്ലാം എൻ്റെ പൊന്നുമോൾക്ക് പാപമോചനത്തിലുള്ളതായിരിക്കും. അല്ലാഹ് എൻ്റെ സഹ്റ, റബ്ബേ, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല കേട്ടോ. പിഞ്ചു മോളെയും കയ്യിൽ എത്തിച്ചിട്ടാണ് അവൾ പോയത്. ഞങ്ങൾ ജീവിച്ചിട്ടില്ലല്ലോ. ഏകദേശം 2 വർഷം മാത്രമാണ് എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കുള്ള പോയി. റബ്ബേ, എന്തിനായിരുന്നു? പഠിച്ചോനെ, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഓരോന്ന് പറയാട്ടോ. നീ ഇഷ്ടപ്പെട്ടവരെ നീ വിളിക്കുന്നല്ലോ. എൻ്റെ സഹ്റ നല്ലവളായിരുന്നു. ഒരിക്കൽ പോലും ഒരു വാക്ക് പോലും വേദനിപ്പിക്കുന്നത് എന്നോട് അവൾ പറഞ്ഞിട്ടില്ല. എപ്പോഴും എന്നെ സ്നേഹത്തോടെ ഇക്ക എന്നുള്ള ആ ഒരു വിളി അതിൻ്റെ ചെവിയിൽ അലക്കുകയാണ്. റബ്ബേ, തൻ്റെ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ എടുത്ത് ഉസ്താദ് നോക്കി. അല്ലാ, എൻ്റെ സഹ്റ എത്ര സുന്ദരിയായിരുന്നു. എത്ര സുന്ദരമായിട്ടാണ് റബ്ബേ നീ അവളെ പടച്ചത്. എത്ര മനോഹരമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളെ എടുത്തു വെച്ച പോലെയാണ് ശരിക്കും. അവളുടെ ആ കണ്ണുകൾ, ആ ഒരു ചുണ്ടുകൾ, ആ ഒരു മൂക്ക്, എല്ലാം അവളെ ഒപ്പിയെടുത്തതുപോലെയുണ്ട്. റബ്ബേ, അതിന് പകരമായിട്ടാണോ എനിക്ക് നീ അവളെ തന്നത് കാണാൻ വേണ്ടിയിട്ട്? പക്ഷെ എൻ്റെ പൊന്നുമോളെ തനിച്ചാക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല എൻ്റെ സഹ്റ. ഓൾക്ക് അതിന് കഴിയില്ല. ഇക്ക, നമ്മൾ പൊന്നുമോളെ തനിച്ചാക്കിയിട്ട് ഇക്ക പോയോ? ആ ഒരു ചോദ്യം അവൾ എന്നോട് വന്ന് ചോദിക്കുന്ന പോലെ തോന്നും. ഹൃദയം പൊട്ടിപ്പോവും, കണ്ണുകൾ നിറഞ്ഞൊഴുകും. തൻ്റെ പൊന്നുമോളെ തനിച്ചാക്കി പോരുന്നത് സത്യം പറഞ്ഞാൽ വിഷമാണ്. അല്ലാ, പക്ഷേ അവളെ കൂടെ തന്നെ നിൽക്കുന്നതും ശരിയല്ലല്ലോ. അതെ, എൻ്റെ കുഞ്ഞിന് ചിലവിന് കൊടുക്കണ്ടേ? എനിക്ക് അതിന് പോയല്ലേ മതിയാവുള്ളൂ. പഠിച്ചോനെ, എൻ്റെ കുട്ടീനെ കാത്തുരക്ഷിക്ക്. എന്നാൽ സന്തോഷത്തോടു കൂടിയാണ് തൻ്റെ ഉപ്പയുടെ കോൾ ആ ദിവസം കുട്ടിയെടുത്തത്. ഐഷു, ഉപ്പച്ചിൻ്റെ കുട്ടിയെ. ആ ഉപ്പ, എപ്പോൾ വരിക? എപ്പോഴാണ് കല്യാണം? മോളെ, കല്യാണമല്ല, മറ്റന്നാളെ നമുക്കൊരു വീട്ടിൽ കൂടലുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ കുട്ടിയും ഒരുമിച്ച്. എൻ്റെ പൊന്നുമോൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ ഉടുപ്പൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് വരും. ഇന്ന് വന്നിട്ട്, അല്ല നാളെ കേട്ടോ, മറ്റന്നാളെയാണല്ലോ, വന്നിട്ട് ഞാൻ എൻ്റെ പൊന്നുമോളെ കൂട്ടിക്കൊണ്ട് പോരും. എന്താ, എങ്ങനെയുണ്ട്? ഉപ്പ, ഞാൻ നിന്നോട്ടെ ഉപ്പയുടെ കൂടെ പള്ളിയിൽ. അതിനെന്താ? ഞാൻ ചെറിയ കുട്ടിയല്ലേ, വലിയ ആൾക്കാർക്കല്ലേ പോകാൻ പറ്റാത്തത്. 3 വയസ്സുള്ള കുട്ടിയുടെ സംസാരമായിരുന്നില്ല. അതെ, അവൾക്ക് വല്ലാത്തൊരു നാവായിരുന്നു. അവളുടെ ആ ഒരു കിളിക്കൊഞ്ചൽ കേൾക്കാൻ എപ്പോഴും കൊതിയാണ്. എന്തെന്നറിയില്ല, അതൊന്നും കേൾക്കാൻ ഓളൊമ്മല്ലല്ലോ എന്നാലോചിക്കുമ്പോൾ പലരും നിർബന്ധിച്ചതാണ് അങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ. ഷെരീഫ്, എന്താ ഫൈസ, ഇങ്ങനെ നിന്നാൽ മതിയോ? നിങ്ങളൊരാണല്ലേ, നിങ്ങൾക്ക് വിവാഹം കഴിക്കണ്ടേ? നിങ്ങൾക്ക് ഒരു ജീവിതം വേണ്ടേ? നിങ്ങൾ യുവത്വമല്ലേ? എത്ര കുറച്ച് വയസ്സായിട്ടുള്ളൂ നിങ്ങൾക്ക്. ഇത്ര ഭാര്യ മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഇത്രയധികം ദുഃഖിച്ചിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് എൻ്റെ പൊന്നുമോളുണ്ടല്ലോ, എനിക്ക് കൂട്ടായിട്ട്. പൊന്നുമോൾക്കൊരു ഉമ്മ വേണ്ടേ? എന്താ നിങ്ങളിങ്ങനെ? അത് എൻ്റെ സഹ്റ, അവളെ വിട്ട് അവളെനിക്ക് മറക്കാൻ എനിക്ക് വേണ്ടി അവൾ കാത്തിരിക്കുന്നുണ്ടാവും. എവിടെ? പരലോകത്തോ? അത് നാളെ അവിടെ ചെന്നിട്ട്. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ആദ്യ ഭാര്യ ആയിരിക്കും വരിക എന്നൊക്കെയാണല്ലേ പറഞ്ഞ് കേൾക്കുന്നത്.
ഏതായാലും കഴിഞ്ഞു പോയി. ആകെ 2 വർഷം നിങ്ങൾ തികച്ച് ജീവിച്ചിട്ടുണ്ടോ? അതിനിടയ്ക്കൊരു കുഞ്ഞ് അള്ളാഹു നൽകി. ആ, ഇനി വേറൊന്നും ആലോചിക്കണ്ട. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അല്ലാതെ ഇപ്പോൾ ആ കുട്ടിക്കും വേണ്ടേ ഒരു ഉമ്മ? അത് മാത്രമല്ല, പിന്നെയെന്ന് വെച്ചാൽ ആണുങ്ങളിങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. അത് ഞാനിപ്പോൾ ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. എൻ്റെ സുഹറ, അവൾ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവൾ എപ്പോഴും ഉണ്ട്. ഫൈസി, നിങ്ങളങ്ങനെ പറഞ്ഞിരുന്നോളൂ കേട്ടോ. കാലം കഴിഞ്ഞു പോകും. പക്ഷേ നിങ്ങളെ കുഞ്ഞിന് ഒരാൾ വേണ്ടി വരും. എപ്പോഴും ഈ ഒരു മരിച്ച ഭാര്യയെ മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് എന്താ? ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ 40 കഴിഞ്ഞാൽ കെട്ടൂലേ പെണ്ണ്? നിങ്ങൾക്കെന്താ അങ്ങനെയൊന്നും? ഞാനതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. എൻ്റെ പെണ്ണിൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോൾ ജീവിക്കാണ്. എൻ്റെ ജീവിതം മറ്റൊരു ലോകത്താണ് ഇപ്പോഴ്. ഷെരീഫ് ഫൈസി അതായിരുന്നു എല്ലാവരോടും മറുപടി പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമീറ. ഉമ്മ അത് നോക്കും. പാവം റബ്ബേ, തടി കൊണ്ട് നടക്കാനൊന്നും ശരിക്കും കഴിയാത്ത പോലെ തോന്നും. എങ്കിലും ഓടി ഓടി പണിയെടുക്കും. നമുക്ക് കാണുമ്പോൾ ഇടങ്ങാറാണ്. മോളെ സമീറ, ഉമ്മ വിളിച്ചു. ഉമ്മ എന്തേ? മോളെ ഈ കുമ്പിട്ട് മുട്ടുകുത്തിയും തുടക്കേണ്ട ആവശ്യമില്ല. ഉമ്മ അത് സാരല്ല. അതെന്താ? അല്ല മോളെ, ആ വടിയെടുത്ത് മോപ്പോണ്ട് തുടച്ചോ. എനിക്ക് കണ്ടിട്ടൊരു ഇടങ്ങാറ് മോളെ. മോൾക്ക് ബുദ്ധിമുട്ട്? ഇല്ല ഉമ്മ, ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് തടിക്ക് കുഴപ്പമൊന്നുമില്ല. തടിയുണ്ട്, പക്ഷെ എനിക്ക് വേദനയും വരുത്തും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് എൻ്റെ ജോലിയൊക്കെ ചെയ്യാൻ കഴിയും ഉമ്മ. ഞാനൊക്കെ എത്ര കൈക്കോട്ട് പണിയൊക്കെ എടുത്തതാണ്. കത്തിപ്പണിയെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഇതുവരെ. മോളെ ശരിയാണ്, ഒക്കെ ശരിയാണ്. ഞാൻ എൻ്റെ മോളൊരു ഡോക്ടറെ കാണിക്കട്ടെ ഉമ്മ. അത് എന്തി ഉമ്മ? അല്ലേ, മോള് ഭക്ഷണം തീരെ കഴിക്കണില്ല. പക്ഷെ തടിയാണെങ്കിൽ കൂടുതലായിട്ട് വരുവാണ്. ഇതിന് കാരണം ഒന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് പോയാലോ? ഇത്രയും കാലം താൻ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അവരെന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ എത്തിയപ്പോഴേക്കും ഉമ്മയുടെ ആ ഒരു പെരുമാറ്റം കണ്ട് ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. ഉമ്മ, അതൊക്കെ കുറേ പൈസയൊക്കെ ആവൂലേ? അതൊന്നും വേണ്ടമ്മ, അങ്ങനെയാണ് ജീവിച്ച് പോയിക്കോട്ടെ. ഏതായാലും കുറച്ച് കാലത്തെ ജീവിതമല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോവുമല്ലേ. മോളെ അത് ശരിയാണ്, ചെരുപ്പിൻ്റെ വാറ് പോലെയാണ് മരണം എന്നാണ്. ഇപ്പം കഴിഞ്ഞു. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ തടി കൂടി വരുന്നത്? എല്ലാവരും വിചാരിക്കും നല്ലോണം തിന്നിട്ടാന്ന്. പക്ഷേ എനിക്കല്ലേ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ. നീ തീരെ ഭക്ഷണം കഴിക്കണില്ലല്ലോ, എൻ്റെ അത്ര പോലെ ഈ തിന്നണില്ലല്ലോ ഉമ്മ. അത് പേടിയുണ്ടുമ്മ എനിക്ക്. മോളെ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കണം കേട്ടോ. തടി കൂടിയെന്ന് വിചാരിച്ച് ഒരിക്കലും അത് ഭക്ഷണത്തിൻ്റെതെന്നല്ല. ശരിയാണ്, കണക്കിലേറെ ഭക്ഷിച്ചു കഴിഞ്ഞാലൊക്കെ തടി കൂടും. പക്ഷെ മോൾക്ക് മോള് ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ രീതിയിൽ ഭക്ഷണം കൂടി കഴിക്കുമ്പോഴല്ലേ അതങ്ങോട്ട് റെഡി ആവുള്ളൂ. മോളെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി തരാം കേട്ടോ. ഹോസ്പിറ്റലിൽ നാളെ രാവിലെ ഒന്ന് ബുക്ക് ചെയ്യാം. എനിക്കറിയുന്നൊരു ഡോക്ടറുണ്ട്. അതിങ്ങനെ ഒരുവിധം കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും ഒക്കെ പറഞ്ഞു തരും. ആദ്യം എന്തുകൊണ്ടാണ് ഈ തടി കൂടുന്നത് എന്നുള്ള ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഒരു ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ ചെറുതായിട്ട്. എന്നിട്ട് ഡോക്ടർ നിർദ്ദേശത്തിനനുസരിച്ച് നിന്നാലൊരു പക്ഷെ എനിക്ക് തോന്നുന്നത് റെഡി ആവുമെന്ന്. കാരണം ഇപ്പോൾ നമ്മളൊന്നും ചികിത്സിക്കാതെയും നോക്കാതെയും തടി എന്നിട്ട് കാര്യമില്ലല്ലോ ഉമ്മ. അതൊക്കെ ഉമ്മക്ക് ബുദ്ധിമുട്ടാവൂലേ? മോളെ ഞാൻ ഒരു കാര്യം പറയാം, ആരും വിളിക്കണ്ട. ഇനിയിപ്പോൾ ആ ഒരു പേര് വേണ്ട. ഈയും ഞാനും മാത്രമാണ് പോയാലോ? ഷമ്മാസ ഏതായാലും കുടിരിക്കലിന് ആൾക്കാരൊക്കെ വിളിക്കാനും ഓനതിൻ്റെ പരിപാടിക്കും പോകും. നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോകാം. എന്തേ? വീട്ടിൽ കാറൊന്നും ഇല്ലായിട്ടല്ല, ആരും അറിയണ്ട. ഈയും ഞാനും അറിഞ്ഞാൽ മതി. ഷമ്മാസും അറിയണ്ട. നമ്മളൊരു വൈക്ക് പോയതാണെന്ന് പറഞ്ഞാൽ മതി. എന്തേ? നമുക്ക് നമ്മളെ അയൽവക്കത്ത് റഷീദിൻ്റെ ഓട്ടോറിക്ഷ ഒന്ന് വിളിക്കാം. അത് കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം ഞെട്ടി. ഉമ്മ അത് വേണ്ടുമ്മ. അതെന്തേ മോളെ? ഉമ്മ അത് വേണ്ടുമ്മ. മോളെ എന്താ മോളെ പറഞ്ഞോ? ഉമ്മ അത് ഷെറീനെ താത്താക്കൊന്നും എന്നെ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വിളിക്കാലോ. വേറെ ഓട്ടോ വിളിച്ചിട്ട് ഇനിയിപ്പോൾ ഷാമോനോടും കാര്യം പറയണ്ട. നാളെ രാവിലെ നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ഒരു 9 മണിക്കൊന്നും പോയി വരാം.
ഇനിയിപ്പോൾ മറ്റന്നാൾ കുടിരിക്കലും അല്ലേ. സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടം തോന്നി. കാരണം റബ്ബേ, തൻ്റെ തടിയെക്കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തെക്കുറിച്ചോ ആരും ഇതുവരെ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. ആ ദിവസം സമീറയ്ക്ക് മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി. റബ്ബേ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ എത്ര ദിവസം ഞാൻ കഷ്ടപ്പെട്ടു നിന്നു. റഹ്മാനെ, ഇവിടെ എത്ര സമാധാനമാണ് എനിക്ക്. എന്നാൽ ഈ സമയം നാസറിനെ പറഞ്ഞയക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് നാത്തൂന്മാരും എല്ലാവരും കൂടെ. നാളെ തന്നെ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരണം, മറക്കണ്ട. എൻ്റെ പട്ടി പോകും. നീ അങ്ങനെ അതിന് നിൽക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ വേറെ കല്യാണം കഴിക്കും. നാളെ രാവിലെ തന്നെ അവളോട് മാപ്പ് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവരണം. നാത്തൂമാരുടെ നിർദ്ദേശം കേട്ട് അയാളും വിചാരിച്ചു, ഇവിടെ എവിടെയെങ്കിലും ആ മൂലക്കിൽ ചായ്പിലെങ്ങാണ്ടും കിടന്നോട്ടെ, എന്നാലും നേരത്തിന് ഭക്ഷണം കിട്ടുമല്ലോ, അതന്നെ വലിയത്. രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ് നാസർ. എങ്കിലും തീരെ താല്പര്യമില്ല അവളെ കൂട്ടിക്കൊണ്ടുവരാൻ. പക്ഷെ ഇവരൊക്കെ പറഞ്ഞൊരു പച്ചവെള്ളം തരണ്ടേ. എന്നും ഈ ഹോട്ടലിൽ പോയിട്ട് കഴിച്ച് മടുത്തു. ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിന്നൊരു ചായം കെടും തിന്നിട്ട് അത് ഓള് പോയിൻ്റെ ശേഷം കിട്ടിയിട്ടില്ല. എൻ്റെ ബുദ്ധിമോശം തന്നെ ആയിരം ആക്കിയാൽ മതിയായിരുന്നു. ഇനി വരുമോ ആവോ. ആ പുത്തൻ വീട് തറവാട്ടിലൊക്കെ അവിടെ കഴിഞ്ഞൊക്കെയല്ലേ അറിയാൻ കഴിഞ്ഞത്. നാളെ ഞാൻ പോയി നോക്കാം, വരികയാണെങ്കിൽ വരട്ടെ. ചായ്പിൽ അവിടെ കിടന്നോട്ടെ. എനിക്ക് ഇനി ഓളം വേണ്ട, ഭാര്യയായിട്ട് എനിക്ക് ഓളം വേണ്ടെന്നെ. പെങ്ങന്മാരുടെയൊക്കെ നിർദ്ദേശത്തിന് വഴങ്ങി ഒടുവിൽ നാസർ അതിനുവേണ്ടി തയ്യാറാവുകയാണ്. നാളെ രാവിലെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകണം. അവളെ സോപ്പിട്ട് വിളിച്ചു കൊണ്ടുവരണം. അതിനാണ് പോകുന്നത്, അതാണ് ലക്ഷ്യം. എന്നാൽ അതിനു മുമ്പ് അവളോടൊന്ന് ഫോണിൽ സംസാരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ആ രാത്രി അതാ അവളുടെ ഫോണിലേക്ക് നാസർ വിളിക്കുകയാണ്. അവൾ ഉറങ്ങുവാൻ കിടന്നു. ആ ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ ഒരു നിമിഷം, റബ്ബേ, ഈ ഒരു 10 മണി സമയത്ത് ആരതിലേക്ക് വിളിക്കുന്നത്? ആ നമ്പർ കണ്ട് അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഇക്ക, നാസർക്ക, എന്തിനാ റബ്ബേ എന്നെ വിളിക്കുന്നത്? അവൾക്ക് ഭയം തോന്നി ഫോൺ എടുക്കുവാൻ. റബ്ബേ, അല്ലാ. അവൾ മനമില്ലാ മനസ്സോടു കൂടെ ഫോൺ എടുക്കുകയാണ്. പഠിച്ചോനെ, എന്നെ ഇറക്കി ആട്ടി വിട്ടതാണ്, എന്തിനാണാവോ. ഹലോ സമീറ, എന്നെ മറന്നോ? ഞാൻ മോളെ, നീ എവിടെയാണ്? ഒന്ന് പറ മോളെ. നീ പോയതിനു ശേഷം എനിക്ക് സമാധാനമില്ലായിരുന്നു. നീ വരുമോ? ഞാൻ വരട്ടെ നിന്നെ കൊണ്ടുവരാൻ. എന്താ മോളെ നീ ഇങ്ങനെ? തന്നോട് ഇതുവരെയായിട്ട് തൻ്റെ ഭർത്താവ് അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടോ റബ്ബേ, ഒരു ചതി മണക്കുന്നുണ്ടോ എന്ന് തോന്നുകയാണ് അവൾക്ക്. പക്ഷേ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് പോകുക എന്ന് വെച്ചാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ആ ഉമ്മയെ വിശ്വസിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. നാളെ ഹോസ്പിറ്റലിൽ പോകുവാൻ വേണ്ടി വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ? അവൾ ചോദിച്ചു. എന്തിനാണിപ്പോൾ ഞാനങ്ങോട്ട് വരുന്നത്? എൻ്റെ മുഖം പോലും കാണരുതെന്നല്ലേ പറഞ്ഞത്? നീ വരുമോ? വീണ്ടും ഭർത്താവിൻ്റെ ആ ഒരു ചോദ്യം. അവൾക്ക് ഏറെക്കൂടെ കാര്യങ്ങൾ മനസ്സിലായി. അതെ, അവിടെ നിന്ന് ഭക്ഷണം മര്യാദക്ക് കിട്ടുന്നുണ്ടാവില്ല. അവിടെയായാലും ഇവിടെയായാലും വേലക്കാരിയുടെ റോളിലാണ് ഞാൻ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജോലിക്കാരിയാണെങ്കിലും പക്ഷേ എനിക്കിവിടെ ഒരു അന്തസ്സും അഭിമാനമുണ്ട്. അവിടെ അവരെല്ലാവരും കൂടി ഇട്ടെന്നെ വല്ലാതെ അങ്ങ് ചീത്ത പറഞ്ഞ് ഇടങ്ങാറാക്കും. റബ്ബെ, സഹിക്കാൻ കഴിയൂല. ഒരു റെസ്റ്റ് പോലും ഉണ്ടാവില്ല. രാവിലെ ചായയും കടയൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഒരു ദോശ പോലും ബാക്കി വെക്കാതെ അവർ കഞ്ഞിവെള്ളത്തിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. വിശന്ന് വലഞ്ഞ് ഞാൻ ആകാംക്ഷയോടെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഒടുവിൽ കഞ്ഞിവെള്ളം വലിച്ചു കുടിച്ച് പോയ ദിവസങ്ങളുണ്ട്. റബ്ബേ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ഇത്രയധികം പുത്തൻ വീട് തറവാട്ടിൽ? എനിക്ക് സ്വർഗ്ഗമാണ് റബ്ബേ. ജോലികളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്താലും ആ ഉമ്മാക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനൊക്കെ ഇഷ്ടംപോലെ സമയമാണ് തരിക. മോളെ, ഒന്ന് റെസ്റ്റ് എടുക്ക്, ഇങ്ങനെ പണിയെടുക്കല്ലേ. ഉമ്മ തടിയൊക്കെ കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ട്. മോളെ, അങ്ങനെ എടുത്തു വെച്ചിട്ട് കുറയില്ല. അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് കൊടുത്തെങ്കിൽ തന്നെ കുറയുള്ളൂ. ഉമ്മയുടെ ആ ഒരു വാക്ക്, പാവം, എനിക്ക് സ്വന്തം ഉമ്മയെ പോലെയാണ്. എനിക്ക് എൻ്റെ പെറ്റുമ്മയെ കിട്ടിയ പോലെയാണ് ഐഷമ്മയുടെ അരികിൽ നിന്നപ്പോൾ. സമീറ, നീ ഒന്നും പറഞ്ഞില്ല. നീ നാളെ വരുമോ ഇങ്ങോട്ട്? ഭർത്താവിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. അതെ, തൻ്റെ ഭർത്താവാണ്, തന്നെ നിക്കാഹ് കഴിച്ച ഭർത്താവാണ്.
തന്നെ വിളിക്കുകയാണ്. പിന്നിൽ ചതിയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ലല്ലോ. റബ്ബേ, ഞാൻ എന്തു ചെയ്യും? ഒരു നിമിഷം അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. സമീറ എന്ത് പറയും? എന്തായിരിക്കും അവൾ പറയേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരാളെയും വെറുപ്പിക്കാത്ത സമീറ ഭർത്താവിൻ്റെ ആ ഒരു കരഞ്ഞുകൊണ്ടുള്ള വിളിയിൽ അവളുടെ മനസ്സലിയുമോ? അവളെങ്ങാനും തിരിച്ചു പോകുമോ? തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചു കിട്ടി എന്ന് കരുതിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇൻഷാ അല്ലാഹ്.